ആ ഒരു ശരണം. അപ്പോൾ ഞങ്ങൾ തിരുവണ്ണാമലയിൽ നിന്ന് വണ്ടിയിൽ പുറപ്പെട്ടു. ഇത് നാട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ വീഡിയോ എടുക്കുകയാണ്, നോക്കട്ടെ. തൊപ്പിയമ്മയെ കാണുന്ന കാര്യം കുറേ അധികം ആൾക്കാർ പറഞ്ഞിരുന്നു. പലയിടത്തും ചോദിച്ചിട്ട് തൊപ്പിയമ്മയുടെ കാര്യം ചോദിച്ചിട്ട് വരുന്നുണ്ടോ എന്താണെന്ന് ചോദിച്ചിട്ട് പലർക്കും അറിയില്ല. കാര്യം നമ്മുടെ കോടീശ്വരൻ പരിപാടി പറയുന്ന പോലെ ദേ വന്നു ദാ പോയി എന്നുള്ള രീതിയിലാണ് തൊപ്പിയമ്മയുടെ സാന്നിധ്യം കാണാറ്. അപ്പോൾ നോക്കാം, കുറച്ച് നേരം ഈ വീഡിയോ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് തൊപ്പിയമ്മ പ്രസൻസ് വന്നാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കാം. ആൾക്കാരുടെ ഗിരിവലം നടക്കുന്നു. ആൾക്കാർ ഗിരിവലം നടത്തുന്നുണ്ട്. സാധാരണ തൊപ്പിയമ്മ വരികയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു ആൾക്കൂട്ടം കാണും. അപ്പം ഞങ്ങൾ ഇന്നലെ ഒരിടത്ത് സായിബാബ മന്ദിറുണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് അവർ പറഞ്ഞിരുന്നു അവിടെ വന്ന് തൊപ്പിയമ്മ ചായ കുടിക്കാറുണ്ടെന്ന്. പക്ഷേ അതവർ 7 മണിക്കാണ് പറഞ്ഞത്. 7 മണിക്ക് വരുന്ന പറഞ്ഞത്. പക്ഷേ രമണാശ്രമത്തിൻ്റെ സമീപം അവിടെ ഒരു ചോദിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ 10 മണിക്ക് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊപ്പിയമ്മ എവിടെ നിന്ന് ഗിരിവലം തുടങ്ങുന്നു എന്താണെന്ന് അറിയില്ല. സാധാരണ റാം സൂരത് കുമാർ ആശ്രമത്തിലാണ് തൊപ്പിയമ്മ, അവിടെയാണ് ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. ഒരു 11 മണിയാകുമ്പോൾ അവിടെ ചെല്ലും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെയും പെട്ടെന്ന് ആൾക്കാരുടെ കണ്ണിപ്പെടാത്ത രീതിയിലാണ് തൊപ്പിയമ്മ ഇരിക്കുന്നത് എന്നും പറയാം. നോക്കാം. പലരും തൊപ്പിയമ്മയുടെ കാര്യം ഇങ്ങനെ ചോദിച്ചു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. വായുലിംഗം ആയി നമ്മൾ സൂക്ഷ്മ ശരീരികൾ പോണ പോലെ അപ്രദക്ഷിണമായിട്ടുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. ഇന്നലെ ഞങ്ങൾ ഇരുന്ന ആ ക്ഷേത്രം അതിൻ്റെ അടുത്ത് ഇപ്പോൾ എത്തും. അതിപ്പോൾ ഇന്ന് രാവിലെയൊക്കെ കണ്ട് എന്തോ പ്രത്യേകത ആ ക്ഷേത്രത്തിനുണ്ട് കേട്ടോ. ഇന്ന് അതിൻ്റെ പേര് കറക്റ്റ് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. എക്സ്ലോവിക്കുർക്കാരെ പുതു തങ്കഭവൻ ചൂടരി ചന്ദനപ്പ. സാധാരണ ഈ ഓട്ടോക്കാരുടെ അടുത്ത് പറഞ്ഞാൽ തൊപ്പിയമ്മയുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില വീഡിയോസിൽ കാണാം ഇവർ തപ്പിപ്പിടിച്ച് തൊപ്പിയമ്മ അജ്ജല്ല ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ വന്നിരുന്ന ആ ഒരു നാഗദേവതാ ക്ഷേത്രം. ഇവിടെ സ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇവിടെ കാണിയമ്മൻ എന്നാണ് കാണുന്നത്. ഇവിടുത്തെ ഈ ചെറിയ ബോർഡ്, ഇവിടെ എന്താണ് വലിയ ബോർഡെന്നറിയില്ല. ഇതാണ് ആ ദേവതാ ക്ഷേത്രം കേട്ടോ. എന്തോ ഒരു വല്ലാത്ത എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഓക്കെ. ഇന്നലെ ഞങ്ങൾ നടന്ന് എത്തിയത് അവിടം വരെയാണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു വീഡിയോ കോൾ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാനിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുണ്യാഹം മഴ രൂപത്തിൽ വരികയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂറോളം നല്ല മഴ പെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് മഴ പെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് പലരും ഒതുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കത് മനസ്സിലായില്ല, മഴ പെയ്യുമെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇത് ഉണ്ണാമല അമ്മൻ നഗർ കേട്ടോ. ഇവിടെയൊക്കെ വില്ല പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇവിടെ ഇത് അതിൻ്റെയാണ് ഉണ്ണാമല അമ്മൻ നഗർ. ഇവിടെ ചിലയിടത്ത് സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗിരിവലത്തിന് മലയോട് ചേർന്ന ഭാഗത്ത് കുറേയിടത്ത് ലാൻഡ് ഫോർ സെയിൽ എന്നൊക്കെ ബോർഡ് കണ്ടു. അതും പറയുന്നു, ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് എടുക്കാവുന്നതാണ്. തിരുവണ്ണാമലയിൽ ഒരു ഇത് കാണാം. അപ്പോൾ ഇത് മലയുടെ ഭാഗം കാണിക്കുകയാണ്. പുറത്ത് നിന്ന് ഇത് തെക്ക് വശത്ത് നിന്നായിരിക്കും ഇത് കാണുന്നത്. വായുലിംഗം കഴിയുമ്പോൾ തെക്ക് വശമല്ല, പടിഞ്ഞാറ് വശം. പടിഞ്ഞാറ് വശത്ത് നിന്നാണ് ഇത് കാണുന്നത്. അത് വെടിയപ്പനൂർ
അപ്പം ഇതിൽ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെക്ക് വശത്ത് നിന്ന് യമലിംഗം തൊട്ട് നിരുതി ലിംഗം വരെ എന്ന് പറയാം, തെക്ക് വശത്ത് വളരെയധികം ഇത് കുറവാണ്, തിരക്ക് കുറവാണ്. ഇതിപ്പോൾ പടിഞ്ഞാറ് വശമായിട്ട് വരും. വായുലിംഗം എന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറ് മൂല, അവിടെ നിന്നാണ് മുന്നോട്ട് പോണത്. പക്ഷേ ഇത് തെക്ക് വശത്ത് ഇപ്പം നമ്മൾ പോകുമ്പോൾ അറിയാം, തെക്ക് വശമായിട്ടില്ല. തെക്ക് വശം എത്തുമ്പോഴത്തേക്കും വളരെയധികം വിജനമായിട്ടാണ് കാണുന്നത്. മലയുടെ ഒരു ഭാഗത്താണ് കാണുന്നത്. അടിമാലി സിദ്ധ ഇത് ഇന്നലെ ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച സ്ഥലമാണ്. ഇവിടെയാണ് തൊപ്പിയമ്മ എത്തുന്നു എന്ന് പറയുന്നത് 7 മണിക്ക്. പക്ഷെ കാണുന്നില്ല. 7 മണിക്ക് കഴിഞ്ഞ് ഇപ്പം 9-10 മണി കഴിഞ്ഞ് കാണും. ഇതിപ്പോൾ ഞങ്ങൾ ഇതെടുക്കുമ്പോഴത്തേക്കും നോക്കാം. ഈ ഗിരിവലം തീരുന്നവരെയും ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. ഞങ്ങളിപ്പോൾ തിരിച്ച് വരുന്ന വഴിയാണ്, അത് ഇങ്ങനെ കൂടിയാണ് വരേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് അതിയാണ്ട ഇവിടുന്ന് ഞങ്ങൾക്ക് ടേണിംഗ് ആയി തിരിയേണ്ട സ്ഥലമായി. അപ്പോൾ ഇരുവലം ഇവിടെ തുടരുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.